ബസ് കണ്ടക്ടറായിരുന്ന ഒരു 44-കാരൻ അങ്ങനെ അഭിഭാഷകനായി എൻറോൾ ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചയുണ്ടാകും മലപ്പുറത്ത്. കോട്ടക്കൽ സ്വദേശിയായ സുലൈമാൻ കണ്ടക്ടർ ജോലിയൊക്കെ വിട്ട ഇനി നിയമത്തിന്റെ വഴിയിലാണ് കേട്ടോ. ഒരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ, ഉറച്ച ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അതിന് പണമോ അല്ലെങ്കിൽ പ്രായമോ തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കോട്ടക്കൽ സ്വദേശിയായ സുലൈമാനക്ക. അതായത് ഏകദേശം 99-ലാണ് ഇദ്ദേഹം പാസ് ഔട്ട് ആയത്, അതായത് 10ാം ക്ലാസ് പാസ് ഔട്ട് ആയത്. തുടർന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹം നേരിട്ടുവെങ്കിലും പിന്നീട് ബാക്കിയൊന്നും പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തായാലും ആ കഥ എന്താണ് എന്ന് ഇദ്ദേഹം തന്നെ നമ്മൾ വ്യക്തമാക്കുന്നതാണ്. ഞാൻ 1999-ലാണ് SSLC കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നേരെ ബസ്സിൽ ഒരു വർഷം ലോറിയിൽ ക്ലീനറായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 18 വർഷത്തോളം ബസ്സിൽ കണ്ടക്ടറായി പോയി. അങ്ങനെയാണ് ഈ സാക്ഷരതാ മിഷൻ്റെ തുല്യതനെ കുറിച്ച്, ഈക്വലൻസിനെ കുറിച്ച് അറിയുന്നത്. അതിൽ +2 കംപ്ലീറ്റ് ആക്കി. അങ്ങനെ LLBൻ്റെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്തു. 411 ഉണ്ടായിരുന്നു അന്ന് റാങ്ക്. കോഴിക്കോട് തിരുവനന്തപുരമൊക്കെ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ പോയി വരാനുള്ള എളുപ്പത്തിന് മലപ്പുറം MCT കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ മെറിറ്റിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെ 5 കൊല്ലം പൂർത്തിയായി. ഇനി അഡ്വക്കേറ്റായി എൻറോൾ ചെയ്യണം. എങ്ങനെയാണ് വക്കീലാവാനുള്ള മോഹം നേരത്തെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും വക്കീൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പ്രൊഫഷനൊന്നും അന്നത്തെ സമയത്ത് അതിന് എൻട്രൻസ് ചെയ്താനോ പിന്നെ അവർ സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടായില്ല. പിന്നെ നേരെ എന്ത് ചെയ്തു, പിന്നെ എൻ്റെ വൈഫിനെ ഞാൻ +2 ആകുമ്പോഴാണ് കല്യാണം കഴിക്കണം. അവരെ ഫസ്റ്റ് LLBക്ക് പറഞ്ഞയച്ചു. അവർ അഡ്വക്കേറ്റായി. എന്നിട്ട് ഇപ്പോൾ ഞാനുമായി. പലർക്കും പല ആഗ്രഹങ്ങളും ഉണ്ട്. കാരണം അത് എങ്ങനെ സാധ്യമാവുന്ന അവരെ സപ്പോർട്ട് ചെയ്യാനോ അതേപോലെ തന്നെ ഇതുപോലെ പറഞ്ഞു കൊടുക്കാനോ ആരും ഉണ്ടാവില്ല. അതായത് സ്വന്തം ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ 10 കഴിഞ്ഞവർക്കാണെങ്കിൽ +2 സാക്ഷരതാ മിഷൻ്റെ ഈക്വലൻസി ഉണ്ട്. ഇനി +2 കഴിഞ്ഞവർക്ക് നീറ്റിനൊന്നും ഇപ്പോൾ പ്രായപരിധി ഇല്ലല്ലോ. ആർക്കും എവിടെ എത്താൻ പറ്റിയൊരു സാഹചര്യം ഇന്നുണ്ട്. അത് തന്നെയാണ് വലിയൊരു ഉദാഹരണമാണ് ആളുകൾക്കിടയിൽ തന്നെ. കാരണം ഇത്രയും ഒരുപാട് ആളുകൾ പഠിക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഇനിയും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ തങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ ഇനിയും പഠിക്കാൻ പറ്റും എന്നതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. ആശംസകൾ. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫി കേരളയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ മലപ്പുറം.